ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി റെസിപ്പി ആയിട്ടാണ്. ഓറഞ്ച് വെച്ച് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഓറഞ്ച് വേണമെന്നില്ല, നമ്മുടെ മധുര നാരങ്ങയായാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ ചെറുനാരങ്ങയായാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം വെച്ചും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് കുരു ഉണ്ടെങ്കിൽ അതൊന്ന് കളയണം, ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കയ്പ്പായി പോവും. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മറ്റേ അറ്റം കൂടി നമുക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പം നല്ല ഭംഗിയാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്ത ഈ ഓറഞ്ച് നല്ല മധുരമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ആ തൊലിക്ക് വലിയൊരു കയ്പ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ അത് ഡയറക്റ്റ് പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്തത്. അഥവാ നിങ്ങൾ കുറച്ച് തൊലി കയ്പുള്ള ഓറഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം നമുക്ക് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അരക്കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അത് സിറപ്പാക്കാൻ വേണ്ടി സെയിം അളവിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നാക്കി മിക്സാക്കി എടുക്കുക. ഇതെല്ലാവർക്കും അറിയായിരിക്കും സിറപ്പാക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ കയ്യിലുള്ള ഓറഞ്ചിൻ്റെ തൊലി അത്യാവശ്യം നല്ല കയ്പുണ്ടെങ്കിൽ എന്താ വേണ്ടത് വെച്ചാൽ ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം വെള്ളത്തിലിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ശേഷം ആ വെള്ളം കളയുക. എന്നിട്ട് വീണ്ടും നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പാക്കി അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എടുത്ത ഓറഞ്ച് കയ്പൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല മധുരവും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരെ സിറപ്പിലേക്ക് തന്നെ ഇട്ട് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇത്ര കുറച്ചായതുകൊണ്ട് ഞാൻ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തം എല്ലാം കൂടി ഒന്നിച്ചിടരുത്, കുറച്ച് കുറച്ചായി ഇട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് കേക്കിൻ്റെ മേലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നല്ല ഭംഗിയാണ് ഇത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുമ്പം. പിന്നെ ഞാനിവിടെ ഇത് വെറുതെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണിത് തിന്നാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതായത് ശരിക്കും ഇത് പാകാവുക നമ്മുടെ ഷുഗർ സിറപ്പ് ഒരു നൂൽപ്പരുവം ആകുന്ന സമയത്താണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് തീ നല്ല ഹൈ ഫ്ലെയിമിലാക്കരുത്, മീഡിയത്തിലാക്കി ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മുടെ നൂൽപ്പരുവായി വന്നിട്ടുണ്ട്. അപ്പോൾ നൂൽപ്പരുവ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇതുപോലെ നമ്മുടെ വിരലുകൊണ്ട് ടച്ച് ചെയ്ത് ഇതുപോലെ ചെയ്താൽ ഒരു നൂല് പോലെ ആയി കിട്ടും. അപ്പോഴാണ് അത് പഞ്ചസാര സിറപ്പ് നൂൽപ്പരുവ് എന്ന് പറയുക. അപ്പം ഈ സമയത്ത് നിങ്ങൾക്കിത് മാറ്റാം. അപ്പം ഈ ഒരു ഓറഞ്ച് ഇതുപോലെ ഉണ്ടാവുക, നല്ല ഷൈനിങ് ആയിട്ട് ഉണ്ടാവും. എന്നിട്ടത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി ഒന്ന് ആ ഷുഗർ സിറപ്പ് കാരമലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ആ ഷുഗർ സിറപ്പ് അവിടെ തന്നെ വെച്ച് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാരമലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒന്ന് കളർ ചേഞ്ച് ആകുമ്പം തന്നെ അടുപ്പിൽ നിന്ന് മാറ്റണം, ഇല്ലെങ്കിൽ പിന്നെ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ നല്ല കളർ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാരമലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു കളറാണ് ഉണ്ടാവുക, ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഷുഗർ സിറപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഇത് ഷുഗർ സിറപ്പിൽ നിന്ന് മാറ്റി വേറൊരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പം ഈസിയായിട്ട് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ബട്ടർ പേപ്പർ വിരിക്കാത്തതുകൊണ്ട് അതിൽ നിന്ന് എടുക്കാൻ കുറച്ച് പാടുപെട്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് നന്നായിട്ടത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം.
ഡ്രൈ ആയതിനു ശേഷം കുറച്ച് പഞ്ചസാരയിലൊക്കെ മുക്കിയെടുത്താൽ ഒന്നും കൂടി ഭംഗിയായിരിക്കും കേക്കിൻ്റെ മേലെയൊക്കെ വെക്കുന്ന സമയത്ത്. അപ്പോൾ വെറുതെ തിന്നാനാണെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതന്നെ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചില സമയത്ത് പുളിക്കുന്ന ഓറഞ്ചൊക്കെ കിട്ടിയാൽ ഇതുപോലെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ് തിന്നാൻ വേണ്ടി. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക്